നമസ്തേ, എൻ്റെ പേര് ഐമനം അജിത്. പ്രോണോളജിയെ അടിസ്ഥാനമാക്കി ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്നു. പ്രോണോളജി എന്നാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആ 26 അക്ഷരങ്ങളും അനുയോജ്യമാം വിധം യോജിപ്പിച്ചുകൊണ്ട് വ്യക്തികൾക്ക് പേരിടുക. നവജാത ശിശുക്കളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, സ്ഥാപനങ്ങൾക്ക് പേരിടുക. നാമകരണ പ്രക്രിയയിൽ ഈ പ്രോണോളജിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇതിപ്പോൾ ഇതൊക്കെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. കേരളക്കരയിലേക്ക് ഈ ചാനലിലൂടെ പ്രോണോളജിയുടെ ഓരോരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നൽകുവാൻ എനിക്ക് സാധിച്ചതിൽ പ്രകൃതിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. കാണുന്ന നിങ്ങളോടും സന്തോഷത്തോടുകൂടി നന്ദി രേഖപ്പെടുത്തട്ടെ. നമുക്കിന്ന് ചെയ്യേണ്ടത് വേടൻ ഒരു പ്രധാന കഥാപാത്രമാണല്ലോ. ഈ വേടൻ എന്ന പേരിൽ നമുക്കിവിടെ രാഷ്ട്രീയമില്ല, ആരും അതിനെപ്പറ്റി ചിന്തിക്കരുത്. രാഷ്ട്രീയമില്ല, ഇതൊരു പഠന ക്ലാസ്സാണ്. ഒരു രാഷ്ട്രീയവുമില്ല, ഒരു മതവുമില്ല. എല്ലാവരെക്കുറിച്ചും ഈ ശാസ്ത്രശാഖയുടെ സഹായത്താൽ പഠിക്കുകയാണ്. ഇങ്ങനെ ഒരു വേടനെ പറ്റിയോ അല്ലെങ്കിൽ ആരെപ്പറ്റിയെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾക്കെന്ത് പ്രയോജനം? ഇത് നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്ന് നോക്കുക, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ലൈഫിലുണ്ടോ എന്ന് നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ലൈഫിൽ, നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ നോക്കുക. അങ്ങനെ നമുക്ക് പ്രയാസം കുറയ്ക്കാൻ പറ്റും. വേടന് 5 അക്ഷരങ്ങളല്ലേ ഉള്ളത്? 5 എപ്പോഴും ബുധനാണ്, മെർക്കുറിയാണ്, ബുദ്ധിയാണ്. ധനസമ്പാദനത്തിന് ഏറ്റവും നല്ലൊരു നമ്പറാണ് 5. നിങ്ങൾ ജനിച്ച ഡേറ്റ് 5 ആണെങ്കിൽ, 14 ആണെങ്കിൽ, 23 ആണെങ്കിൽ, നിങ്ങളുടെ പേരിൽ 5 അക്ഷരങ്ങളുണ്ടെങ്കിൽ, പേരിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ ഉറപ്പാണ് സാമ്പത്തികമായിട്ട് ഉന്നമനം ലഭിച്ചിരിക്കും. അത് ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. കാരണം 5ന് വശ്യശക്തി കൂടുതൽ, അട്രാക്റ്റീവ് പവർ ഉണ്ടാവും. നിങ്ങളിൽ അതുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. 5 പഞ്ചഭൂതങ്ങൾ അല്ലേ? പഞ്ചപാണ്ഡവർ, നമ്മുടെ വിരലിന് 5 എണ്ണം. പഞ്ചപ്രാണന്മാർ, ഇതെല്ലാം 5നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതൊന്നും നിങ്ങൾക്ക് അത്ര അറിയത്തില്ല, എന്താണ് ഈ പഞ്ചപ്രാണൻ എന്നൊക്കെ പറഞ്ഞാൽ പല ആൾക്കാർക്കും അറിയത്തില്ല. പോട്ടെ, 5ൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ 5കാർക്ക് പൊതുവേ അസുഖങ്ങൾ പൊതുവേ കുറവാണ് കമ്പാരിറ്റീവ്ലി അതർ പേഴ്സൺസ്. അഥവാ എന്തെങ്കിലും വന്നാൽ അതല്പം കൂടുതലായിരിക്കും. അവർക്ക് ഈ സ്ട്രോക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ട്രോക്ക് മീൻസ് ഈ പാരലൈസ്, പക്ഷാഘാതം, കൈയൊക്കെ തടന്നു പോവുക. പിന്നെ നെർവ്സിന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കാം. ഈ വെരിക്കോസ് പെയിൻ, ഈ ഇവിടെ ത്രോട്ടിന് പെയിൻ. ടീച്ചിങ് ഒക്കെ നടത്തുന്ന 5കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരു കളർ തെറാപ്പി പ്രകാരം ഒരു കാരണവശാലും